ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ ജൂൺ എക്സാം ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും പഠിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും. ചില ആൾക്കാരെങ്കിലും ഇനിയും തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ MAPCയുടെ സെക്കൻഡ് ഇയറിലുള്ള ചോയ്സാണ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. ഈ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി വന്നിട്ട് വെറും 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ആകെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതായത് ജൂൺ 2023 ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഡിസംബർ 2023 ക്വസ്റ്റ്യനും മാത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ടെൻഷൻ, ഇത് ഏത് ഭാഗത്തിൽ നിന്നാണ് വരിക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ മാത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇഗ്നോയുടെ എക്സാം എന്ന് പറയുന്നത് അധികം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിക്ക് 2 ക്വസ്റ്റ്യനേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനിയും ക്വസ്റ്റ്യൻ ഇടാനുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്. ജൂണിലെയും അതുപോലെ തന്നെ ഡിസംബറിലെയും എക്സാം പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അതിന് വരുമോ, അല്ലെങ്കിൽ നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസ് ആണോ മുഴുവനായിട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഡൗട്ട്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ഒരു ഗൈഡ് ആയിരിക്കില്ല. ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാ എന്ന് നോക്കിയിട്ട് പഠിക്കുക എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. 046ഉം അതുപോലെ തന്നെ BA സൈക്കോളജിയുടെ പോസിറ്റീവ് സൈക്കോളജിയും ഏകദേശം സെയിം മെറ്റീരിയൽസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അവരുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസോ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാം എന്ന് മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ നോക്കാം. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കമ്പയർ ദ 2 വിഷൻ അല്ലെങ്കിൽ വേവ്സ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി. ഇത് 2023 ഡിസംബറിൽ 10 മാർക്കിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവ് സൈക്കോളജി ആൻഡ് അതർ ഏരിയാസ് ഓഫ് സൈക്കോളജി 2023 ജൂണിൽ 20 മാർക്കിന് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ചാപ്റ്റർ 3 ഇതിലെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്. ഇത് 2023 ഡിസംബറിൽ 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ഇൻ പോസിറ്റീവ് സൈക്കോളജി, ഇത് രണ്ടുമാണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. 4th ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ VIA ക്ലാസിഫിക്കേഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് വെർച്യൂസ്, ക്ലിഫ്റ്റോൺ സ്ട്രെങ്ത് ഫൈൻഡർ, പിന്നെ ഉള്ളത് ഇന്റർപേഴ്സണൽ സ്ട്രെങ്ത് ആൻഡ് വെൽബീങ്. ഇതിൽ 3-4 വെൽബീങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, കൈൻഡ്നെസ്, കമ്പാഷൻ ആൻഡ് അൾട്രൂറിസം, എംപതി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസംബറിലും അതുപോലെ തന്നെ ജൂണിലും റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇവിടെ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് നമുക്ക് ഡിസംബറിൽ 20 മാർക്കിനും അതുപോലെ തന്നെ ഗ്രിറ്റ് ആൻഡ് ഡിറ്റർമിനേഷനെ കുറിച്ച് ജൂണിൽ 10 മാർക്കിനും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ അതിൽ വരുന്നത് സെൽഫ് കമ്പാഷൻ ആൻഡ് സെൽഫ് ഫോർഗീവ്നെസ് ആണ്. ഇനി ചാപ്റ്റർ 6 പോവുകയാണെങ്കിൽ അതിലെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് the term emotion in related terms of affect and mood, അതുപോലെ തന്നെ ഹൗ ടു മാനേജ് ഇമോഷൻ എഫക്റ്റീവ്ലി. ഇത് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട്, 20 മാർക്കിന് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള ബ്രോഡൻ ആൻഡ് ബിൽഡ് തിയറി ഓഫ് പോസിറ്റീവ് ഇമോഷൻ എന്നുള്ളതും വന്നിട്ടുണ്ട്. പിന്നെ അതിൽ വരുന്നത് റൂളർ ടെക്നിക്കും സർക്കംപ്ലക്സ് മോഡൽ ഓഫ് എഫക്റ്റും ആണ്. 7th ചാപ്റ്ററിൽ നമുക്ക് വരുന്നത് കൺസെപ്റ്റ് ഓഫ് ഹാപ്പിനെസ്, 20 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് മോഡൽ ഓഫ് ഹാപ്പിനെസ്, 2-3 മോഡൽസ് ഉണ്ട്. പിന്നെ പഞ്ചകോശ മോഡൽ ഓഫ് വെൽബീങ്, പിന്നെ പെർമ മോഡൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർമ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോഡൽ ഓഫ് ഹാപ്പിനെസ് ആണ്. ഇനി 8ാമത്തെ ചാപ്റ്ററിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഫോർ എൻഹാൻസിങ് സെൽഫ് എഫിക്കസി, സെൽഫ് റെഗുലേഷൻ എന്നുള്ളതാണ്. അതായത് ഇത് രണ്ടും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഇത് എക്സാമിന് ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ തവണത്തെ അസൈൻമെന്റ് ക്വസ്റ്റ്യനും ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടായിരുന്നു. 9ാമത്തെ ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് കീ കൺസെപ്റ്റ് ഇൻ റെസിലിയൻസ് റിസർച്ച്. ഇതും കഴിഞ്ഞ തവണ നമുക്ക് എക്സാമിന് വരാത്ത ഒരു ഭാഗമാണ്. ഇനി 10ാമത്തെ ചാപ്റ്റർ നമുക്കുള്ളത് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഒപ്റ്റിമിസം ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്പ്, അതുപോലെ തന്നെ സിൻഡേഴ്സ് മോഡൽ ഓഫ് ഹോപ്പ്. ഇത് നമുക്ക് എക്സാമിന് വന്നിട്ടുള്ളതാണ്, സിൻഡേഴ്സ് മോഡൽ ഓഫ് ഹോപ്പ്.
പിന്നെ ഉള്ളത് ബെനഫിറ്റ് ഓഫ് ഒപ്റ്റിമിസം. ഇനി 11ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് വന്നിട്ടുള്ളത് കമ്പോണന്റ് ഓഫ് ഫ്ലോ എക്സ്പീരിയൻസ്. ഡിസംബറിൽ 10 മാർക്കിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതിലുള്ളത് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചാണ്. ബെനഫിറ്റ് ഓഫ് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ഇൻ്റർവെൻഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നീട് വന്നിട്ടുള്ളത്. അത് ജൂണിൽ 20 മാർക്കിന് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി 12ാമത്തെ ചാപ്റ്ററിൽ കമ്പോണൻ്റ് ഓഫ് പോസിറ്റീവ് സ്കോളിങ്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് പോസിറ്റീവ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഡിസംബറിൽ 5 മാർക്കിന് വന്നിട്ടുണ്ട്. ഇനി ചാപ്റ്റർ 13ലേക്ക് പോകുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവ് സൈക്കോളജി ഇൻ ക്ലോസ് റിലേഷൻഷിപ്പ്, ജൂണിൽ 10 മാർക്കിന്. അതുപോലെ തന്നെ ജൂണിൽ തന്നെ പോസിറ്റീവ് സൈക്കോളജി ഇൻ ഫാമിലി കോണ്ടെക്സ്റ്റും വന്നിട്ടുണ്ട്. പിന്നെ ഇതിലുള്ളത് പോസിറ്റീവ് സൈക്കോളജി ഇൻ സക്സസ്ഫുൾ ഏജിങ് ആണ്. ഈ തവണ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പോസിറ്റീവ് സൈക്കോളജി ഇൻ സക്സസ്ഫുൾ ഏജിങ്. 14ാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ അതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പോസിറ്റീവ് സൈക്കോളജി ഇൻ്റർവെൻഷൻസ് അറ്റ് വർക്ക്. ഇതിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് 5 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ചാപ്റ്റർ 15ലേക്ക് പോകുമ്പോൾ ഡിസ്ക്രൈബ് ദ വാരിയസ് സ്ട്രാറ്റജി ഓർ ടെക്നിക്സ് ഓഫ് മാനേജിങ് സ്ട്രെസ്സ്. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് നമുക്ക് ജൂണിലോ ഡിസംബറിലോ ആയിട്ട് 20 മാർക്കിനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി 16ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് വരുന്നത് ദ 8 ലിംബ് ഓഫ് അഷ്ടാംഗ യോഗ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ. ഇനി 17ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് വരുന്നത് ഫ്യൂച്ചർ ഡയറക്ഷൻ ഇൻ പോസിറ്റീവ് സൈക്കോളജി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ പോസിറ്റീവ് സൈക്കോളജിയിലുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളവർ ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല. കാരണം അവർ എല്ലാ ഇമ്പോർട്ടൻസ് ഉള്ളതും പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. യൂസ്ഫുള്ളായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് വാച്ച് മോർ വീഡിയോസ് അബൌട്ട് ലൈക്ക് ദിസ്. Thank you.